ഇറാഖിൽ ഒരു ഹിന്ദു രാജ്യം വരുന്നു എന്നുള്ള ഒരു വാർത്ത വന്നിരുന്നു. കാർത്തിക്സ്ഥാൻ എന്നാണ് നമ്മളാണ് വീഡിയോ ചെയ്തത്. അതെ, നമ്മളത് വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇറാഖില് ഒരു പ്രത്യേക വിഭാഗം ആളുകളുണ്ട്. സിംഘാർ എന്ന് പറയുന്ന മലനിരകളിൽ കുർദ് ജനതയുമായി ബന്ധമുള്ള ഒരു ഗോത്രം, അവരെയാണ് യസീദികൾ എന്ന് പറയുന്നത്. യസീദികൾ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ന്യൂനപക്ഷമാണ്. കാരണം അതിഭീകരമായ വംശീയ കൂട്ടക്കൊലയ്ക്ക്, ഇപ്പോൾ കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, ഗർഭിണികൾ എന്നൊക്കെ പറഞ്ഞ് പലസ്തീൻ്റെ പേരിൽ കരയുന്നുണ്ടല്ലോ. എന്നാൽ ഇസ്ലാമിക തീവ്രവാദികൾ IS കൂട്ടക്കൊല ചെയ്യുന്ന ഒരു ജനതയാണ് യസീദികൾ. അവരിപ്പോൾ സിംഗാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറാഖിലെ മലനിരകളിൽ താമസിക്കുകയാണ്. അവർക്ക് ഒരു വലിയ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പേര് ലാലിഷ് ക്ഷേത്രം എന്നാണ് പറയുന്നത്. ഷയാൻ പട്ടണത്തിനടുത്ത് ഇറാഖിലുള്ള ലാലിഷ് ക്ഷേത്രം. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഇസ്ലാമിക തീവ്രവാദികൾ ഇറാനിയൻ സ്വരാഷ്ട്രീയൻ വിശ്വാസമുള്ള യസീദികളെ വേട്ടയാടാനുള്ള കാരണം, അവരാരാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പേര് ഒരു മാലാഖയാണ്. തവൂസ് മെലക്ക് എന്ന് പറയും. തവൂസ് മെലക്ക് എന്ന് പറയുന്ന ഒരു ദേവത, ഒരു മാലാഖയെ ആരാധിക്കുന്നു. മൈലക് തൗസ് എന്ന് പറയുന്നതാണ് അവരുടെ ഒരു നാഥൻ. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ദേവത എന്ന് പറയുന്നത് തവൂസ് മെലക്കാണ്. തവൂസ് മെലക്കിൻ്റെ രൂപം എങ്ങനെയാണെന്നറിയോ? ഒരു മയിലിൻ്റെ പുറത്ത് വേലുമായിട്ടിരിക്കുന്ന ഒരാളാണ്, മുരുകനാണ്. അപ്പോൾ അവിടെ ഈ ലാലിഷ് ടെമ്പിളിൽ ഇതിൽ ചില ചിത്രങ്ങളൊക്കെ ഉണ്ട്. പൗരാണിക കാലത്ത് ലാലിഷ് ടെമ്പിളിൽ വരച്ച ചിത്രങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ലഭ്യമാണ്. അത് അതിനകത്ത് കാണുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു വലിയ നിലവിളക്ക് കത്തി നിൽക്കുന്നു, സാരി ഉടുത്തൊരു സ്ത്രീ ഇരിക്കുന്നു. ഇറാഖിൽ അതിവിദൂരമായ ഒരു മലനിരയിലുള്ള ഈ യസീദികളുടെ ക്ഷേത്രത്തിൽ കാണുന്ന ഇതാണ്. മുരുകനെ ആരാധിക്കുന്ന ഒരു ജനതയാണ്. അപ്പോൾ അവർക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തായി ഇവർ വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നു, ഇവരെ കൂട്ടക്കൊല ചെയ്യുന്നു. അത് നമ്മൾ 2 സ്ത്രീകളുടെ പേര് നമ്മൾ ഓർമ്മിക്കണം. ഒന്ന് യസീദി വനിതയായ ഫൗസിയ അമീൻ സിഡോ, പിന്നെയുള്ള നാദിയ മുറാദ്. നാദിയ മുറാദിൻ്റെ ആത്മകഥ വലിയ ഉള്ളക്കമുണ്ടാക്കിയ ഒരു അടിമപ്പെണ്ണിൻ്റെ ജീവിതകഥ. എങ്ങനെയൊക്കെ ഈ IS തീവ്രവാദികൾ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു മനുഷ്യ സ്ത്രീയെ എങ്ങനെയൊക്കെ കൊല്ലാക്കൊല ചെയ്യാം, പീഡിപ്പിക്കാം, ബലാത്സംഗം ചെയ്തു എന്നതിൻ്റെയൊക്കെ കരയിപ്പിക്കുന്ന കഥയാണ് നാദിയ മുറാദിൻ്റെ ആത്മകഥ. മലയാളത്തിൽ DC ബുക്സ് ഇറക്കിയിട്ടുണ്ട്, ഒരു അടിമപ്പെണ്ണിൻ്റെ ജീവിതകഥ. ഈ ഫൗസിയ അമീൻ്റെ കഥ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. അവരെ പിടിച്ച് ലൈംഗിക അടിമകളായിട്ട് വാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് IS ഭീകരന്മാർ. അപ്പോൾ ഒരു ദിവസം അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ഒരു പതിവില്ലാത്തൊരു ടേസ്റ്റുള്ള ഭക്ഷണമാണ്. അവർ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? അവർ ഒന്നും പറഞ്ഞില്ല. അതെന്താ കഴിച്ചതെന്നറിയോ എന്ന് പറഞ്ഞ് കുറേ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തു. കഴുത്ത് മുറിച്ച് മാറ്റിയ കുഞ്ഞുങ്ങളുടെ ശവശരീരമായിരുന്നു, കുഞ്ഞുങ്ങളുടെ ഫോട്ടോ. അതിലൊരു സ്ത്രീ ആ കുട്ടിയുടെ ഒരു കുഞ്ഞിൻ്റെ കൈ കണ്ട് തിരിച്ചറിഞ്ഞു. ആ കുഞ്ഞ് ആ സ്ത്രീയുടെ മകനായിരുന്നു. ആ കൊച്ചിനെ കൊന്ന് അതിൻ്റെ ജഡം ഭക്ഷണമായിട്ട് അമ്മമാർക്ക് കൊടുത്ത ക്രൂരത വരെ ഫൗസിയ അമീൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മുരുകനെ പോലെയുള്ള, നമ്മുടെ മുരുക ഭഗവാനോട് സാമ്യമുള്ള ഒരു ദേവതയെ ആരാധിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കൂട്ടക്കൊലക്കിലെ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധു ജനതയാണ് യസീദികൾ. ഇപ്പോൾ നമ്മൾ പലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നില്ലേ? യസീദികൾക്ക് വേണ്ടിയിട്ട്, യസീദികളെ ഈ ഇസ്ലാമിക ഭീകരന്മാർ കൊന്നു തിന്നുകൊണ്ടിരിക്കുന്നതിനെതിരെ ലോകത്ത് ഒരു ശബ്ദം കേട്ടിട്ടുണ്ടോ? ഒരു മെഴുകുതിരി കത്തിക്കാൻ, ഒരു പ്ലക്കാർഡ് പിടിക്കാൻ ഈ കേരളത്തിൽ പോലും ആരുമില്ല. അവർ നമ്മളുമായി ഭയങ്കര സാംസ്കാരികമായി ബന്ധമുള്ള ഒരു ജനതയാണ്. ഇപ്പോൾ ഇവരെ കൊല വിളിച്ചിട്ട് ഇപ്പോൾ അവരുടെ അർമേനിയ എന്ന് പറയുന്ന രാജ്യം, അർമേനിയ ഇപ്പോൾ പറയാനൊരു കാരണമുണ്ട്. നമ്മുടെ ലയൺ മയൂര റോയൽ കിങ്ഡത്തിലെ രജിത് ജി ഇപ്പോൾ അർമേനിയയ്ക്ക് പോയിരിക്കുകയാണ്. അർമേനിയയിൽ ആണ് യസീദികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ, ഈ ലാലിഷ് ടെമ്പിളിൻ്റെ ഇറാഖിലുള്ള കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ യസീദികളുടെ ക്ഷേത്രം അർമേനിയയിൽ പണിതുകൊണ്ടിരിക്കുക. അതിൻ്റെ പേര് ഖുബ മേരെ ദിവാനെ എന്നാണ്. ആ ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുന്ന 7 താഴികക്കുടങ്ങളുണ്ട്. 7 താഴികക്കുടങ്ങൾ സ്വർണ്ണം കൊണ്ടുണ്ടാക്കുന്നത്. അവിടെ ദേവസ്വം ബോർഡ് ഇല്ലാത്തതുകൊണ്ട് ആ സ്വർണ്ണ താഴികക്കുടങ്ങൾ അവിടെ തന്നെ കാണും. ഏതായാലും അത് നിർമ്മിക്കുന്നത് ഈ യസീദികളുടെ പീഡിപ്പിക്കപ്പെട്ട യസീദികൾ പല രാജ്യത്ത് ഓടിപ്പോയി. റഷ്യയിൽ വ്യവസായം നടത്തുന്ന മിർസ സ്ലോയാൻ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ, യസീദിയാണ്. അദ്ദേഹമാണ് ഈ ക്ഷേത്രം നിർമ്മിക്കാനുള്ള ഫണ്ട് കൊടുത്ത് അവിടെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ, അർമേനിയയിലെ ഏറ്റവും വലിയ യസീദി ക്ഷേത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആരുടെ ചിത്രമായിരിക്കും? ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടാകുന്ന വിഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിത്രം എന്ന് പറയുന്നത് തവൂസ് മലക്കിൻ്റെയാണ്. തവൂസ് മലക്ക് എന്ന് പറഞ്ഞാൽ മയിലിൻ്റെ പുറത്ത് വേലുമായിരിക്കുന്ന അവരുടെ ദൈവമാണ്. ആ ദൈവത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മുരുകൻ എന്ന് പറയുന്നത്. അപ്പോൾ മുരുകൻ്റെ ഒരു ക്ഷേത്രം അർമേനിയയിലിരിക്കുകയാണ്. അർമേനിയയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആലോചിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അർമേനിയയും അസർബൈജാനും തമ്മിൽ വലിയ യുദ്ധത്തിലാണ്.
അർമേനിയക്ക് ആകാശ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം അടക്കം ആയുധങ്ങൾ കൊടുക്കുന്നത് ഇന്ത്യയാണ്. നമ്മളാണ് അർമേനിയക്ക് ആയുധം കൊടുത്തിരിക്കുന്നത്. മോദി തൊട്ടടുത്ത് സൈപ്രസിലും ഗ്രീസിലും ഒക്കെ പോയി ആ ഭാഗത്തൊക്കെ പോയിട്ട് വന്നിരുന്നു. അർമേനിയക്ക് നമ്മൾ ആയുധം കൊടുക്കുന്നു ആർക്കെതിരെ? അസർബൈജാനെതിരെ. അസർബൈജാൻ ആയുധം കൊടുക്കുന്നത് തുർക്കിയാണ്. അപ്പോൾ അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള യുദ്ധമാണ്. ആ അർമേനിയയിലാണ് തൗസ് മലക്കിൻ്റെ ക്ഷേത്രം വരുന്നത്. ആരുണ്ടാക്കുന്നത്? അതിൻ്റെ നോക്കൂ, ഖുബാ മേരെ ദിവാനെ എന്ന് പറയുന്നത് നോക്കി, ഹിന്ദി പേരല്ലേ. അങ്ങനെ ആ ക്ഷേത്രം റഷ്യൻ വ്യവസായിയായ യസീദി വ്യവസായിയായ മിർസ സ്ലോയാൻ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ LMRKയുടെ കാര്യം പറഞ്ഞു. രജിത് കുമാർ ഇടയ്ക്കിടയ്ക്ക് ഭഗവാന്റെ ഓരോ നിയോഗങ്ങൾ കിട്ടുമ്പോൾ അദ്ദേഹം യാത്ര പോകും. അദ്ദേഹത്തിന് ഇത്തവണ ഭഗവാന്റെ മെസ്സേജ് കിട്ടുക അർമേനിയയ്ക്ക് പോകാനാണ്. അദ്ദേഹം അർമേനിയയ്ക്ക് പോകാനല്ല, ആദ്യം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചില്ല, അദ്ദേഹം നാട്ടിലില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത് കിട്ടിയ മെസ്സേജ് ഈ ലാലിഷ് ക്ഷേത്രത്തിൽ പോകാനുള്ള തീരുമാനമോ മെസ്സേജോ മറ്റോ ആണ് കിട്ടിയത്. പക്ഷേ അവിടെ വലിയ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഇറാഖിലാണ്, യുദ്ധമാണ്, ISന്റെ കൈപക്കലാണ്. അവിടെ പോകുന്നത് റിസ്ക് ആയതുകൊണ്ട് പിന്നീട് അത് അർമേനിയയ്ക്ക് പോകാൻ പറഞ്ഞു. അർമേനിയയ്ക്ക് ഇത്തരം ഒരു സാഹചര്യമുണ്ട്. അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം യസീദി ക്ഷേത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം അർമേനിയയ്ക്ക് പോയി. അപ്പോൾ ലാലിഷ് ടെമ്പിളിൽ പോയി അവിടുത്തെ മുഖ്യ പുരോഹിതനെ കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹം അവിടെ അർമേനിയയിലെത്തിയപ്പോൾ ഒരു വലിയ രസകരമായൊരു സംഭവം ഉണ്ടായിരുന്നു. രസകരമല്ല, വിശ്വാസം ഉള്ളവർക്ക് ആ വിശ്വാസത്തിൻ്റെ കടുപ്പം ഊട്ടി ഉറപ്പിക്കുന്ന കാര്യമാണ്. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ചെന്നിറങ്ങുമ്പോൾ അവിടുത്തെ അർമേനിയയിലെ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ആ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ ഉത്സവത്തിന് ലോകത്തുള്ള എല്ലാ യസീദികളും അവിടെ വരണമെന്നാവാം ഒരു നിശ്ചയം. അപ്പം എൻ്റെയൊക്കെ നാട്ടിൽ വൈക്കത്തഷ്ടമിയുണ്ട്. വൈക്കത്തഷ്ടമിക്ക് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ദൂരെയൊക്കെ എവിടെ പോയാലും ആളുകളെല്ലാം അഷ്ടമി കാലത്ത് വീട്ടിലുണ്ടാവും എന്ന് പറയുന്ന പോലെ അർമേനിയയിൽ ഈ യസീദി ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള യസീദികൾ അവിടെ എത്തും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിയോഗം എന്ന് പറയുന്നത് ലാലിഷ് ടെമ്പിളിൽ പോയിട്ട് അവിടുത്തെ മുഖ്യ പുരോഹിതനെ കാണണമെന്നായിരുന്നു. അങ്ങനെ അർമേനിയയിൽ അവിടെ എത്തിയപ്പോൾ എന്ത് പറ്റിയെന്നറിയോ? ലാലിഷ് ടെമ്പിളിലെ മുഖ്യ പുരോഹിതൻ അവിടെയുണ്ട്. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് നമ്മുടെ മുരുക ഭഗവാന്റെ ഒരു ചിത്രം കൊടുത്തു. അവർക്ക് വലിയ കൗതുകമായിരുന്നു. ഇന്ത്യയിൽ അവരുടെ ഭഗവാനെ ഇന്ത്യയിൽ ആരാധിക്കുന്നു. അവരൊരു ചെറിയ ജനസംഖ്യ, 5-10 ലക്ഷം പേര് കഷ്ടിച്ച് ലോകത്ത് അവശേഷിക്കുന്ന ഒരു കൊച്ചു ജനതയാണ് യസീദികൾ. അവിടുത്തെ പുരുഷന്മാരും സ്ത്രീകളൊക്കെ അതീവ സുന്ദരന്മാരും സുന്ദരികളുമായ മനുഷ്യരാണ്. അവരെയാണ് ഈ മൃഗീയമായ പീഡനങ്ങൾക്കുണ്ടാക്കി. സ്ത്രീകളെ കൊല്ലത്തില്ല കേട്ടോ, സ്ത്രീകളെ മുഴുവൻ അവർക്ക് ആവശ്യമുണ്ട്. ലൈംഗിക അടിമകളാക്കുക, പുരുഷന്മാരെ കൊല്ലുക, കുഞ്ഞുങ്ങളെ വരെ കണ്ടിച്ച് കറിവെച്ച് ഇവരെ കൊണ്ട് തീറ്റിക്കുന്ന ക്രൂരന്മാരായ ഇസ്ലാമിക ഭീകരന്മാരിൽ നിന്ന് ഓടി ഒളിച്ച് ഇവർ ഈ മലനിരകളിൽ കഴിയുകയാണ്. സിനമയ സമതലത്തിലും അവിടെയാണ് യസീദികളുടെ പുണ്യസ്ഥലം. അവിടെ യസീദ് വിശ്വാസപ്രകാരം അവർക്ക് ഷെയ്ഖ് ആദി ഇബ്നു മുസാഫിർ എന്ന് പറഞ്ഞ ഒരു പുണ്യാത്മാവുണ്ട്. അദ്ദേഹത്തിൻ്റെ ശവകുടീരൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവർ തകർത്ത് കളഞ്ഞു. പക്ഷേ അവർ റീബിൽഡൊക്കെ ചെയ്ത് അവിടെ താമസിക്കുകയാണ് ഒരു മലനിരകളിലൊക്കെ. അപ്പോൾ ഇവർക്ക് ഇറാഖിലെ സദ്ദാമിൻ്റെയൊക്കെ കാലത്ത് ഇവരെ സംരക്ഷിച്ചിരുന്നു. ISകാർ വന്നപ്പോഴാണ് ഇവരെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇവർ ഈ ISൻ്റെയൊക്കെ ആക്രമണം ഭയന്ന് വളരെ ദുർഘടമായ ഒരു മലനിരകളിൽ പോയി താമസിക്കുകയാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ ഭഗവാനെ വിശ്വസിച്ച് ഞങ്ങൾക്ക് ആരാധന, ഞങ്ങളൊന്നിനും പോകുന്നില്ല, വേൾഡ് പൊളിറ്റിക്സിൽ ഇടപെടാനുള്ള ശേഷിയൊന്നും ഞങ്ങൾക്ക് ഇല്ല. കാരണം 5-10 ലക്ഷം ആളുകൾ മാത്രമുള്ള ഒരു രാജ്യം പോലും ഇല്ലാത്ത സ്വന്തം രാജ്യത്ത് കൊന്നു തിന്നപ്പെടുന്ന ഒരു മനുഷ്യരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രദേശം ഞങ്ങൾക്ക് തന്നേര്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളിത് കാർത്തിക്സ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമായി ഞങ്ങൾ ഒതുങ്ങിക്കൂടിക്കോളാം എന്ന് ഇവർ പറയുന്നുണ്ട്. മിർസ സ്ലോയാനൊക്കെ ഇതിനുവേണ്ടി വാദിക്കുകയും ലോക പ്ലാറ്റ്ഫോമുകളിലൊക്കെ വന്നിട്ട് ഇന്ത്യയുടെ സഹായമൊക്കെ അഭ്യർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ട്. കാർത്തിക്സ്ഥാൻ എന്നുള്ള രാജ്യം അവരുടെ ഒരു വികാരമാണ്, അവരുടെ ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും നമ്മുടെ രാജ്യത്ത് നിന്ന് ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ രജ്ജി എത്തുകയും അദ്ദേഹം അവിടെ ചില പൂജകളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ 2014 മുതൽ മുരുകയുഗം ആരംഭിക്കുന്നു എന്ന് 2014 മുമ്പേ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയും ഇപ്പോൾ അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിൽ ശരിയായി വരുന്നു. ഡോളറിൻ്റെ അപ്രമാദിത്യം മാറുന്നു, അമേരിക്കയെ ലോകത്തെ രാജ്യങ്ങൾ ചോദ്യം ചെയ്യും, ഇന്ത്യ, റഷ്യ, ചൈന ഒരു സഖ്യമുണ്ടാകും. ഇതൊക്കെ ആർക്കും ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാലത്തിനു മുമ്പേ അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ചാനൽ വരെ വന്നിട്ട് നമ്മൾ 24 എപ്പിസോഡുകളിൽ LMRKയുടെ ഈ മുരുക രഹസ്യം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു. അതിൻ്റെ തുടക്കത്തിൽ, അതായത് 2 വർഷം മുമ്പ് നമ്മൾ ആരംഭിക്കുമ്പോൾ ജിയോ പൊളിറ്റിക്സ് ഇങ്ങനെയൊന്നും മാറിയിട്ടില്ല. പക്ഷെ അന്ന് നമ്മുടെ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചട്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോളർ ചോദ്യം ചെയ്യപ്പെടുന്നു.
ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ അവരവരുടെ സ്വന്തം രാജ്യത്തിൽ വിനിമയം നടത്തുന്നു. അങ്ങനെ ലോകക്രമം മാറി. ചൈന ഇന്ത്യ സൗഹൃദം മെച്ചപ്പെടുന്നു. രണ്ട് രാജ്യങ്ങളും പരസ്പരം സഹായിക്കുന്നു. ഇപ്പോൾ നോക്കൂ, 100% നമ്മുടെ മരുന്നുകൾക്ക്, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിന് അമേരിക്ക താരിഫ് ഏർപ്പെടുത്തി. ചൈന 30% ഉണ്ടായിരുന്നു. ചൈന ഇപ്പോൾ എന്താ ചെയ്ത് താരിഫ് അങ്ങ് എടുത്തു തുടങ്ങി. ഇന്ത്യൻ മരുന്നുകൾ ഫ്രീ ആയിട്ട് ചൈനയ്ക്ക് കൊടുക്കാം. ചൈന ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. അങ്ങനെ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ ചൈന ഇന്ത്യക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നു. ഇത് ഒരു വർഷം മുമ്പോ 6 മാസം മുമ്പോ ചിന്തിക്കാൻ പറ്റാത്തതായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, പഹൽഗാം അറ്റാക്കിന് ശേഷം ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. ജനുവരി 20 ട്രംപ് ഓവൽ ഓഫീസിലേക്ക് അധികാരത്തിൽ വന്നതിന് ശേഷവും ലോകം മാറുകയാണ്. അപ്പോൾ ലോകം മാറുന്നതനുസരിച്ച് ഈ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ശരിയായി വരും. അപ്പം നമ്മളിപ്പോൾ വന്നിട്ട് എല്ലമാർഗയെക്കുറിച്ച് നമ്മൾ എന്തിനാണ് ഇത്രയും വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഹീസ് നോട്ട് എ ഗോഡ് മാൻ. അദ്ദേഹം ഒരു ദൈവപുരുഷനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയെപ്പോലെയോ അല്ല പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാനൊരു മുരുകൻ ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നു, അത് ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു സംഘത്തിൻ്റെ ക്യാപ്റ്റൻ മാത്രമാണ്. ഒരു കാണിക്കപ്പെട്ടിയില്ല, ഒരു ദക്ഷിണയില്ല, ഒരു സംഭാവനയില്ല, ഒരു വഴിപാടില്ല. അങ്ങനെ ഒരു വഴിപാട് പോലും ഇല്ലാതെ നടത്തുന്ന ഒരു ആത്മീയ പ്രവർത്തനമാണ് എല്ലമാർക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ അർമേനിയ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ യസീദി ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ മുരുക ക്ഷേത്രം ഉണ്ടായി വരികയാണ്. 7 സുവർണ താഴികക്കുടങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. അവിടെ രജിത് ജി അവിടെ എത്തുന്നു. രജിത് കുമാറിൻ്റെ ഈ സന്ദർശനം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നൊരു പ്രതീക്ഷ, കാർത്തിക്സ്ഥാൻ എന്ന് പറയുന്ന പുതിയ യസീദികളുടെ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സ്വയംഭരണ പ്രദേശമെങ്കിലും ഉണ്ടായി വരാനുള്ള അനുകൂല സാഹചര്യം ഇപ്പോൾ കാണുന്നുണ്ട്. ഏതായാലും മുരുകയുഗത്തിൻ്റെ പ്രഭാവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇന്ത്യ ലോക ഗുരുവായി മാറിക്കൊണ്ടിരിക്കുന്നു. മുരുകൻ്റെ കാലം നോക്കൂ. തമിഴിന് വന്ന പ്രാധാന്യം. മോദി എത്ര തവണ തമിഴ്നാട്ടിൽ വരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് നേരെ പാർലമെൻറ്റിലേക്ക് ചെങ്കോല് കൊണ്ടുപോകുന്നു. പാർലമെൻറ്റിൽ തമിഴ് ലിഖിതങ്ങൾ ഏർപ്പെടുത്തുന്നു. പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സെൻട്രൽ വിസ്റ്റയുടെ മുകളിൽ മയിലിൻ്റെ രൂപത്തിലുള്ള ചിത്രീകരണങ്ങളുണ്ട്. അങ്ങനെ വല്ലാതെ മുരുകയുഗം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പദപ്രയോഗം നാട്ടിലുണ്ടാവുകയും അത് എല്ലാ ദിവസവും നമുക്ക് വെളിവായി കാണുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.